സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ മഴവില്ലിനപ്പുറം. ഉള്ളിലാകെ അമർഷമാണ്. ആരോടാണെന്നൊന്നും പറയാനാവുന്നില്ല. ഒരു സത്യം മാത്രം മുന്നിൽ നിന്ന് പല്ലിളിക്കുന്നു. താനൊഴിച്ച് ബാക്കി എല്ലാവരും ആഹ്ലാദിക്കുന്നുണ്ട്. കൈവരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചോർത്ത് വീർപ്പുമുട്ടുന്നു. സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു. നഷ്ടപ്പെടുന്നത് തനിക്കാണ്, തനിക്ക് മാത്രം. ജനിച്ചു വളർന്ന വീടും ഈ അന്തരീക്ഷവും ഒക്കെ എന്നേക്കുമായി കൈവിട്ടു പോകും. മുതുമുത്തച്ഛന്മാരുടെയും അച്ഛൻ്റെയും ഒക്കെ വിശ്വാസങ്ങൾ ഏറ്റുവാങ്ങിയ മണ്ണാണിത്. അമ്മ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ചുറ്റുപാടുകളെക്കുറിച്ച് ഓർക്കാതെ, മാറി വരുന്ന സാഹചര്യങ്ങൾ അറിയാതെ ദിനരാത്രങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇളയ മകളുടെ സാമീപ്യം പോലും അമ്മ അറിയുന്നില്ല. ഒരുപാട് താലോലിച്ച് വളർത്തിയതാണ് രാജിയെ. അതിൻ്റേതായ തോന്നിയാസം അവൾ അമ്മയോട് കാട്ടുകയും ചെയ്തു. അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നീയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. ഇവൾക്കിങ്ങനെയൊരു മനംമാറ്റം ഉണ്ടാകാൻ കാരണവും നീയാണ്. ഒരു കുടുംബം നശിപ്പിക്കാനായി എന്തിനെൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചോ നശിച്ചവളെ. പലപ്പോഴും അമ്മ പിരാഗി. മനസ്സിൻ്റെ താളം തെറ്റി തുടങ്ങിയതിന് ശേഷം കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് തന്നെ ഉപദ്രവിക്കുമായിരുന്നു. രാത്രികളെ പേടിയായി തനിക്ക്. മുറിക്കുള്ളിൽ നിന്ന് കതകിന് സാക്ഷിയിട്ട് എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തിയാണ് രാത്രി ഉറങ്ങാറ്. അമ്മയ്ക്ക് വിജയും അമ്മാമ്മയും കൂട്ടുകിടന്നു. മരിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ദിനരാത്രങ്ങൾ. പക്ഷേ അമ്മാമ്മയെ ഓർത്ത്, വിജയെ ഓർത്ത് ആ വഴിക്കുള്ള ചിന്ത മുളയിലെ നുള്ളിക്കളഞ്ഞു. വിജയുടെ ഭാവിയെങ്കിലും ഭദ്രമാകണം. താൻ ഇല്ലാതായി കഴിഞ്ഞാൽ അമ്മ അവൾക്കൊരു ഭാരമാകും. അമ്മാമ്മയുടെ ബദ്ധപ്പാടുകൾ കൂടുകയേയുള്ളൂ. അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു അമ്മാമ്മയ്ക്ക്. വയസ്സുകാലത്തെ പെങ്ങളുടെ മക്കൾ അദ്ദേഹത്തിന് ഒരൊഴിയാബാധയാവരുത്. ആ ദൃഢനിശ്ചയമാണ് തന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്നോർത്തു. ചേച്ചി കഞ്ഞി എടുത്തു വെച്ചു. വാതിൽക്കൽ രാജി. ഒരു നിഴൽ പോലെ സിൻഡയുമുണ്ട് കൂടെ. അവൾ ഇതുവരെ താനുമായി ഇണങ്ങിയിട്ടില്ല. ഓഫീസിൽ നിന്നും വരുന്ന വഴി അവൾക്കായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുന്നത് പതിവാക്കിയിട്ടും അകൽച്ച മാത്രം ബാക്കി കിടന്നു. തീൻമേശയിൽ കഞ്ഞിയും പയറുതോരനും അടച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കൊടുത്തോ? ഉവ്. ഗുളികയും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. അടുക്കളയിൽ ജാനു അമ്മ ഉണ്ടെന്ന് തോന്നി. പാത്രങ്ങൾ തട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. എതിരെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന രാജിയെ നോക്കി. ഇല്ലായ്മകളുടെ കരിനിഴലുകൾ ആ മുഖത്തെഴയുന്നു. ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട അവൾക്ക് നേരിടേണ്ടി വന്നത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം. പുതിയ കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങാനും വാടക വീട് അഡ്വാൻസ് കൊടുക്കാനും ബൈക്ക് എടുക്കാനുമൊക്കെ സ്വർണം ഓരോന്നായി വിറ്റുകൊണ്ടിരുന്നു. അതിനിടയിൽ സൈമണിൻ്റെ അപ്പൻ തളർവാദം പിടിച്ച് കിടപ്പിലായി. അതിനും കുറേ ചിലവായി. കഴിഞ്ഞ വർഷം ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് കാലൊടിഞ്ഞ് സൈമൺ ഹോസ്പിറ്റലിലായപ്പോൾ കുഞ്ഞുങ്ങളുടെ കാതുകളിൽ കിടന്ന കമ്മൽ വരെ വിൽക്കേണ്ട ഗതികേടിലായി. ദാരിദ്ര്യം പറയുന്നതിൽ അവൾക്കൊരു മടിയുമില്ലെന്ന് തോന്നി. പുറമേ ഒരാൾ കേൾക്കുന്നുണ്ടെന്ന് പോലും അവൾ കാര്യമായി എടുത്തില്ല. ജാനുമ്മയുടെ നാവിൽ നിന്നും എല്ലാം ചോർന്നു പോകുമെന്നറിയാം. ചെമ്പകമംഗലത്തെ ഒളിച്ചോടിപ്പോയ ഇളയ കുഞ്ഞിൻ്റെ ഗതികേട് കേൾക്കണോ എന്നും പറഞ്ഞാണ് അവർ തുടങ്ങുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മകളുടെ വീട്ടിലേക്കെന്നും പറഞ്ഞു പോകുന്നവർ സന്ധ്യയ്ക്ക് മടങ്ങി വരുന്നതിനകം ആ ചുറ്റുവട്ടത്തെ വാർത്തകളൊക്കെ ശേഖരിച്ചു കൊണ്ടുവരും. നാടുമായുള്ള തൻ്റെ ബന്ധം മറ്റുപോകാത്തത് ആ വാർത്തകളിലൂടെയാണെന്നോർത്തു. രാജിയുടെ പുതിയ താമസം വയനാട്ടിലായിരുന്നു. മൂത്ത ഒരു കുട്ടി കൂടിയുണ്ട്, സാന്ദ്ര. പഠനം മുടക്കേണ്ടെന്ന് കരുതി അവളെ ഒപ്പം കൂട്ടിയില്ല. നാട്ടിലുള്ള അകന്ന ബന്ധത്തിൽപ്പെട്ട ആരെയോ ഉദയേട്ടനും മുരളിയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തേടി ചെന്നതാണ്. നീണ്ട യാത്രയായതുകൊണ്ട് ഉദയേട്ടൻ പിന്മാറി. ദൗത്യം ശ്രീഹരിയും മുരളിയും ഏറ്റെടുത്തു. ഓഹരി കിട്ടാൻ പോകുന്നു എന്ന അറിവ് അവളെ കുറിച്ചൊന്നുമല്ല മോഹിച്ചിരിപ്പിക്കുന്നതെന്ന് തോന്നി. സ്വന്തമായി ഒരു കിടപ്പാടും വേണം. പെൺകുട്ടികളുടെ ഭാവിക്കായി എന്തെങ്കിലും കരുതണം. ആവശ്യങ്ങൾ തൻ്റെ മുന്നിൽ ഒന്നൊന്നായി നിരത്തി. എന്താണ് കയ്യിൽ കിട്ടാൻ പോകുന്നതെന്ന് അന്വേഷിച്ചു. എനിക്കറിയില്ല രാജി. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആരോടൊക്കെയുള്ള ദേഷ്യം വാക്കുകളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ഒരു മാത്ര നീണ്ടു നിന്ന നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു തുടങ്ങി. ഉദയേട്ടനോടുള്ള വെറുപ്പ് എനിക്കിപ്പോഴും മാറിയിട്ടില്ല ചേച്ചി. ലക്ഷണം കണ്ടാൽ അങ്ങേരുടെ ഔദാര്യം കൊണ്ട് ഇപ്പോൾ ഈ ഓഹരി കിട്ടാൻ പോകുന്നതെന്ന് തോന്നും. ഏട്ടത്തിയുടെ പവറാണെങ്കിൽ വേറെ. രാജിയുടെ വാക്കുകളിൽ ഉള്ളിൽ ഉറഞ്ഞു കിടന്നിരുന്ന പ്രതിഷേധം ഒരു വീര്യമായി പടർന്നു പിടിക്കുന്നതറിഞ്ഞു.
നീ എന്താ അങ്ങനെ പറയാൻ? അങ്ങേര് ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരില്ലായിരുന്നുവെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണം മുടങ്ങിയ അന്ന് ഏട്ടൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ വിശ്വേട്ടൻ കല്യാണ ചെക്കനാകില്ലായിരുന്നു. തൻ്റെ അടുത്തോടെ തീരുമാനമെടുക്കാൻ ആളില്ലാതെ പോയി. കഴിഞ്ഞതൊക്കെ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ചേച്ചിയുടെ ജീവിതം എങ്ങനെയായി പോയില്ലേ? എനിക്ക് വല്ല മലമൂട്ടിലും പോയി കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ സൈമനെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയതല്ലേ? എവിടെ? നിന്റെയൊന്നും കല്യാണം ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഏട്ടത്തി എന്നെ പേടിപ്പിച്ചിരുന്നു. ഞാനത് വിശ്വസിച്ചു പോയി. ഒരാളെ കണ്ടുപിടിക്കാനായി പിന്നീടുള്ള ശ്രമം. വലയിൽ വീണത് പാവം സൈമൺ. വലിയ പിടിപ്പൊന്നും അന്നും ഇന്നും ഇല്ല. 10-55 പവൻ സൈമണിന് ഒരു പ്രലോഭനമായിരുന്നു. തരിച്ചിരുന്നു പോയി. കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. മനോഹരനെ പ്രേമിച്ച് നടന്നവൾ എത്ര പെട്ടെന്നാണ് കളം മാറി ചവിട്ടിയതെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വയനാട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് സൈമൺ ഒരു വട്ടപൂജ്യമാണെന്ന്. പിന്നെ ഓരോന്നായി സ്വർണം വിറ്റുകൊണ്ടിരുന്നു. ഇപ്പോഴും വലിയ പിടിപ്പൊന്നുമില്ല. കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് ഫീസ് പിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ ചെന്നിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളിനെയാണോ നീ വലിയൊരു തുക ഏൽപ്പിക്കാൻ പോകുന്നത്? അതെന്തായാലും ഇല്ല ചേച്ചി. ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ പരിചയമുള്ള ഒരു ബ്രോക്കറിനോട് വീടും സ്ഥലവും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. രൂപയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും. എന്തായാലും ഇച്ചായനെ ഏൽപ്പിക്കില്ല. ഒന്ന് നിർത്തി അവൾ തുടർന്നു. ഒരു കണക്കിന് പാവമാണാൾ. വരച്ച വരയിൽ നിന്നോളും. പാത്രങ്ങൾ ഒതുക്കി എഴുന്നേൽക്കുന്നതിനിടയിൽ രാജി പറയാതിരുന്നില്ല. ഞങ്ങൾ 3 പേരും കാറിലിരുന്ന് ചേച്ചിയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചത്. എന്ത് സംസാരിച്ചുവെന്ന്? കല്യാണക്കാര്യം. ജോലി കിട്ടിക്കഴിഞ്ഞും ഒരുപാട് ആലോചനകൾ വന്നുവെന്ന് മുരളിയേട്ടൻ പറഞ്ഞു. വരദേട്ടൻ ഇടപെട്ടിട്ട് പോലും ചേച്ചി സമ്മതിച്ചില്ലെന്ന്. പറഞ്ഞത് 100% സത്യമായിരുന്നു. എന്നോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ് ചേച്ചിയുടെ ഈ കടമ്പിടുത്തം മാറ്റിയെടുക്കാൻ. അതൊന്നും മാറാൻ പോകുന്നില്ല രാജി. അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ? ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ചേച്ചി അമ്മയെ. ഞാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ചില്ലി പൈസ ഞാൻ വാങ്ങില്ല. എന്നാലെങ്കിലും ചേച്ചി ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കണം. അവൾ ദയനീയമായി തൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിപ്പോഴത്തെ പ്രാരാബ്ദമൊന്നും മതിയായില്ലേ രാജി? ഇനി പ്രാരാബ്ദമൊന്നും ഉണ്ടാവില്ല. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ വെക്കാം. അമ്മച്ചി മേൽനോട്ടത്തിന് നിൽക്കും. അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും ഞാൻ. നമുക്ക് ആലോചിക്കാം. നീ ഉറങ്ങാൻ നോക്ക്. തൽക്കാലം അവളെ സമാധാനപ്പെടുത്താൻ അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ വേറിട്ടൊരു ചിന്ത തന്നെ അലോസരപ്പെടുത്തുന്നതറിഞ്ഞു. മറ്റൊരാളുടെ സാന്നിധ്യത്തിലായിരുന്നു തന്നെക്കുറിച്ചുള്ള മൂവരുടെയും ചർച്ച. അയാളുടെ മുമ്പിൽ താൻ എടുത്തണിഞ്ഞിരുന്ന മുഖപടമൊക്കെ ഒന്നൊഴിയാതെ അഴിഞ്ഞു വീണിരിക്കുന്നു. ഓർക്കും തോറും തല കുടഞ്ഞു പോയി. ഉറക്കത്തിനിടയിൽ പലപ്പോഴും ശ്രീഹരിയുടെ മുഖം കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ടോക്കൺ എടുത്തു കഴിഞ്ഞ് അമ്മയുടെ ഒഴിവും കാത്ത് ഏതാണ്ട് 3/4 ഭാഗവും നിറഞ്ഞു കഴിഞ്ഞ കസേരകളിൽ ഇരിപ്പ് പിടിച്ചതിന് ശേഷമാണ് ശ്വാസം നേരെ വീണത്. പ്രതീക്ഷിച്ചതിൽ നിന്ന് നേരത്തെ എത്താൻ കഴിഞ്ഞു. രാജി ഉണ്ടായിരുന്നതാണ് കാരണം. ഒരു 3 വയസ്സുകാരിയെ സ്കൂളിൽ അയക്കുന്ന തത്രപ്പാട് മുഴുവനും അവൾ അമ്മയെ ഒരുക്കിക്കൊണ്ടുവരാൻ ഏറ്റെടുത്തു. രാജി ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ജാനു അമ്മ മകളുടെ വീട്ടിലേക്ക് യാത്രയായി. കുമാരേട്ടൻ്റെ അടുത്തേക്കാണോ പലവട്ടം അമ്മ ചോദിക്കുന്നത് കേട്ടു. ആദ്യമൊക്കെ രാജിയുടെ കണ്ണുകൾ നിറയുമായിരുന്നു. ഓവ്, നമുക്ക് വേഗം പോണം, ഇല്ലെങ്കിൽ അച്ഛൻ അവിടുന്ന് പോയി കളയും. പിന്നീട് വലിയ തടസ്സങ്ങളൊന്നും പറയാതെ അമ്മ സെറ്റും മുണ്ടും ഉടുക്കാൻ തയ്യാറായി. എന്നിട്ടും കാറിലിരുന്ന് തോളത്ത് കിടന്ന നേരിയതെടുത്ത് പലതവണ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണോ ചേച്ചി കൊണ്ടുപോകുമ്പോഴെല്ലാം? രാജി ചോദിക്കാതിരുന്നില്ല. ഓവ്, ഇത്രയും ദൂരത്ത് പോകുമ്പോൾ വിജി ചേച്ചിയും കൂടി വരാൻ പറയണം. അവൾക്ക് ജോലി ഒഴിഞ്ഞ നേരമില്ലല്ലോ. മുരളിച്ചേട്ടനെയെങ്കിലും ഒപ്പം കൂട്ടണം. വെറുതെ മൂളുക മാത്രം ചെയ്തു. ആ വിഷയം അതോടെ അവസാനിപ്പിച്ചു. സിൻഡയെ വിജിയെ ഏൽപ്പിച്ചാണ് യാത്ര പുറപ്പെട്ടത്. ഒരാഴ്ച കൊണ്ട് സിൻഡയും മിന്നുവും കൂട്ടുകാരായി കഴിഞ്ഞിരുന്നു. കാത്തിരിപ്പ് തുടരുമ്പോൾ ബാഗിൽ നിന്ന് പത്രം എടുത്ത് നിവർത്തി. പതിവ് വായനയൊന്നും രാവിലെ നടന്നില്ല. ഇരുവരുടെയും മധ്യത്തിലായിരുന്നതുകൊണ്ട് അമ്മ പലവട്ടം എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും പിടിച്ചിരുത്തിക്കൊണ്ടിരുന്നു. ചേച്ചി, ദേ നോക്ക്, എനിക്കൊരു സംശയം. തലയുയർത്തി അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്ന ഭാഗത്തേക്ക് നോക്കി. കൗണ്ടറിന് മുന്നിൽ വശം തിരിഞ്ഞു നിന്ന ആളിനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അയാൾ. ഒരിക്കൽ താൻ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നത് ആരെക്കുറിച്ചായിരുന്നു അയാൾ? രാജഗോപാലല്ലേ അത്? രാജിയുടെ ചോദ്യം കാതുകളിൽ വീണു. ഒന്ന് മൂളാനേ കഴിയുന്നുള്ളൂ.
ഹൃദയം വിതുമ്പുകയാണ്. എന്നിട്ടും നോട്ടം പത്രത്തിലേക്ക് താഴ്ത്തി ഒന്നും അറിയാത്ത ഭാവത്തിലിരിക്കാൻ വേദ ശ്രമിച്ചു. രാജഗോപാൽ സാറല്ലേ? രാജിയുടെ സ്വരം ഉള്ളിൽ നടുക്കമുണ്ടാക്കി. തലയുയർത്തുമ്പോൾ തൊട്ടടുത്ത് അയാൾ. തങ്ങളുടെ അരികിലൂടെ നടന്നു പോകാൻ വന്നതാണെന്ന് തോന്നി. ആ നോട്ടം മൂവരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി വീഴുന്നു. ഉള്ളിലെ സ്തോഭം അടക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങളിവിടെ? ചിലമ്പിച്ച ശബ്ദം ഏതോ ഗുഹാമുഖത്ത് നിന്നും ഇഴഞ്ഞു വരുന്നു. ഞങ്ങളൊരു ടൂർ വന്നതാണ്. രാജിയുടെ മറുപടി. എന്തു ഭാവിച്ചിട്ടാണെന്ന മട്ടിൽ തലതിരിച്ച് അവളെ നോക്കി. ശാസനയുടെ താക്കീത് തന്നെ കണ്ണുകളിലുണ്ടായിരുന്നു. ഇതിനിടയിൽ അമ്മ എഴുന്നേറ്റു. വന്നോ കുമാരേട്ടൻ? എത്ര നാളായി പോയിട്ട്? അയാളുടെ നേരെ നടക്കാൻ ശ്രമിക്കുന്ന അമ്മയെ പിടിച്ചിരുത്തുന്നതിനിടയിൽ രാജി പറഞ്ഞു, ഇതെൻ്റെ അമ്മയാണ്. ഈ ആൾ ആരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഭാര്യയും കുട്ടികളുമായി സുഖമായി കഴിയുമ്പോൾ വല്ലപ്പോഴും ഇവരെ രണ്ടുപേരെയും കുറിച്ച് ഓർക്കണം. പിന്നെ മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛനെയും. രാജി വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒച്ച ഉയർന്നു പോയിരുന്നു. മുമ്പിലിരുന്ന പലരും തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. ഇന്നിനി എനിക്കല്പം സുഖമായി ഉറങ്ങാം. രാജിയുടെ പ്രതികരണം. തല തിരിച്ച് അയാൾ നിന്നിടം നോക്കി. ശൂന്യമാണ്. നീ എന്തറിഞ്ഞിട്ടാണ് അയാളെ കുറ്റപ്പെടുത്തിയത്? എന്തേ? ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. എല്ലാറ്റിനും തുടക്കം അയാളിൽ നിന്നല്ലേ? ഉവ്. പക്ഷേ തെറ്റിതിരുത്തി അയാൾ മടങ്ങി വന്നിരുന്നു. അയാളുടെ അമ്മ മരിച്ചതിന് ശേഷം. ഞാനത് മുരളിയേട്ടൻ പറഞ്ഞു കേട്ടു. ചേച്ചി എടുത്ത തീരുമാനമാണ് ശരി. ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും അതേ ചെയ്യും. പറയുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ നാലുപാടും പരതുകയായിരുന്നു. ചേച്ചി, ആ മനുഷ്യനെ പിന്നെ കാണാനേ ഇല്ലല്ലോ. ആരെയെങ്കിലും കാണിക്കാനാവുമോ ഇവിടെ വന്നത്? ആവോ. കൂടുതൽ ചിന്തിക്കാനുള്ള അവസരമുണ്ടായില്ല. അമ്മയുടെ പേര് വിളിക്കുന്നത് കേട്ടു. ഡോക്ടറുടെ മുറിയിൽ നിന്നും തിരിച്ചിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എല്ലാ സംശയങ്ങൾക്കും അറുതി വരുത്തി. ഹാളിലേക്കുള്ള വാതിൽക്കൽ മുന്നോട്ട് നടക്കാൻ മടി കാണിക്കുന്ന 5 or 6 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. ബുദ്ധിമാന്യം തോന്നിക്കുന്ന ഭാവവും അസാധാരണമായ വണ്ണവും. ഇരുവശത്തും രാജഗോപാലും ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന മുഖത്തോടെ തൻ്റെ ഒപ്പം പ്രായം വരുന്ന ഒരു യുവതിയും. നിമിഷങ്ങളോളം സ്തംഭിച്ചു നിന്നുപോയി. രാജിയുടെ സ്ഥിതിയും ഭിന്നമായിരുന്നില്ല. കാറിലിരിക്കുമ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. ടൗണിൽ പതിവായി ഊണ് കഴിക്കാൻ ഇറങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ അമ്മയ്ക്ക് ചോറ് ഉരുളകളാക്കി വാരിക്കൊടുക്കുന്നതിനിടയിൽ രാജി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി ചേച്ചി. വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞത്. എന്നാലും. മൗനം വീർപ്പുമുട്ടി നിന്ന നിമിഷങ്ങൾ. നാവ് മോഹമാണ്. വാതിൽ കടക്കുമ്പോൾ താൻ കണ്ടതാണ് ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത്. അന്ന് രാത്രി സുമയെ വിളിച്ചു. രാജഗോപാലിനെ കണ്ട കാര്യം രാജിയാണ് പറഞ്ഞത്. അയാൾ ചേച്ചിയോട് ചെയ്ത ദ്രോഹത്തിന് ദൈവം തന്നെ തക്കതായി ശിക്ഷ കൊടുത്തിരിക്കുന്നു. സുമയ്യയുടെ മറുപടി താൻ കേട്ടില്ല. ഫോൺ കൈമാറിയപ്പോൾ അവൾ പറഞ്ഞു, നീ ആകെ അപ്സെറ്റാണെന്ന് രാജി പറഞ്ഞു. ഓ. മറുപടി പറയാൻ നാവ് പൊങ്ങിയില്ല. നീ രാജിയെ കണ്ട് പഠിക്കു ചെയ്യാ. ഇനി രാജഗോപാലിന് സംഭവിച്ചതോർത്ത് ദുഃഖിച്ചിരിക്കാതെ. വെറുതെ മൂളി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. നിന്റെ ഈ നിസ്സംഗത ഈ ജന്മത്തെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നലാണ് ശരി. അവൾ പൊടുന്നനെ ഫോൺ കട്ട് ചെയ്തു. പ്രതീക്ഷിച്ചതാണ്. ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കും. അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വയനാട്ടിൽ പോയിരുന്ന സൈമൺ എത്തിച്ചേർന്നു. രാജി തൻ്റെ ഫോണിലൂടെ അയാളെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം നേരെ ചെമ്പകമംഗലത്തിൽ തന്നെ വരികയാണുണ്ടായത്. നന്ദനത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ പട്ടിണി കിടന്ന് ചാകും. ഭർത്താവിന് വേണ്ട നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആത്മഗതമെന്നോണം രാജി പറഞ്ഞു. ആശങ്കയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അന്ന് ഞങ്ങൾ വന്ന ദിവസം വലിയ കാര്യത്തിൽ ഉദയേട്ടൻ ഊണ് കഴിക്കാൻ ക്ഷണിച്ചതാണ്. ശ്രീഹരിയെയും വിളിക്കുന്നത് കേട്ടു. അയാൾ ഇറങ്ങാത്തത് നമ്മുടെ ഭാഗ്യം. എൻ്റെ തൊലിയുരിഞ്ഞു പോയേനെ. എന്തുപറ്റി? അടുത്ത ഏതോ തരംതാണ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരുന്ന വേവാത്ത ചോറും ഓട്ടവെള്ളം പോലെ ഒരു സാമ്പാറും പപ്പടവും ഒക്കെ തണുത്തിരുന്നു. വിശപ്പ് കൊണ്ട് 1-2 പിടി വാരി വിഴുങ്ങി. ഏട്ടത്തി ഒന്നും വയ്ക്കാറില്ലേ? നടുവേദനയാണ് പോലും. ഉദയേട്ടനും ആ ചോറ് തന്നെ വാങ്ങി വെച്ചിരിക്കുന്നു. തെറ്റിദ്ധരിക്കരുതല്ലോ. പക്ഷേ അവർ ഒരു വേല കാണിച്ചു. എന്താണ്? ഇലകൾ കളയാനായി എല്ലാം കൂടി ചുരുട്ടിപ്പിടിച്ച് ഞാൻ അടുക്കളയിൽ കയറി. ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന ഒരു കാസറോൾ തുറന്നു നോക്കി. നിറയെ പൊരിച്ച കോഴിക്കാലുകൾ,
സ്പെഷ്യൽ വാങ്ങി വെച്ചിരിക്കുകയാണ്, നീ ചോദിച്ചോ? എനിക്ക് സഹിച്ചില്ല ചേച്ചി. ചോറ് വാരി തിന്നുമ്പോൾ ഇച്ചായൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയ നോട്ടം മനസ്സിൽ കിടക്കുകയാണ് എപ്പോഴും. ദാരിദ്ര്യമുണ്ടെങ്കിലും ആഹാര കാര്യത്തിൽ ഇച്ചായൻ ഇന്നേ വരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഒന്ന് നിർത്തി അവൾ തുടർന്നു. ഞാൻ ആ കാസറോളും എടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. എല്ലാവരും ടി വിയുടെ മുന്നിലിരിപ്പുണ്ട്. ഇത് തരാൻ ഏട്ടത്തി മറന്നതാണോ എന്ന് വെറുതെ അങ്ങ് ചോദിച്ചു. അവരുടെ മുഖം പച്ച കൂമ്പാള പോലെ വിളറിപ്പോയി. ഒന്ന് നിർത്തി രാജി തുടർന്നു. നീ ഇത് കൊടുക്കാഞ്ഞതെന്തെന്ന് ഉദയേട്ടൻ ചോദിക്കുന്നത് കേട്ടു. ഞാൻ നേരെ ഇച്ചായൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം വരുന്നോ അതോ ഇവിടെ പട്ടിണി കിടന്ന് ചാകണോ എന്ന്. പുള്ളിക്കാരന് രണ്ടും വയ്യാത്ത അവസ്ഥ. ഞാൻ കൊച്ചിനെയും പിടിച്ച് ബാഗും എടുത്തിറങ്ങി. മുരളിയേട്ടൻ പിന്നാലെ സമാധാനിപ്പിക്കാനായി വന്നു. ഇച്ചായൻ്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് ഏറ്റതുകൊണ്ട് ഞാനിങ്ങു പോന്നതാണ്. അവൾ മനസ്സ് തുറക്കുകയാണെന്ന് തോന്നി. അവർ വന്ന ദിവസം തന്നെ സൈമൺ മുരളിയുടെ വീട്ടിലേക്ക് വന്നുവെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞിരുന്നു. പകൽ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. ജാനു ഉമ്മയാണ് പറഞ്ഞത്. ഏട്ടത്തി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പണ്ടേ എനിക്കറിയാം. ഭാഗ ഉടമ്പടി പറഞ്ഞുറപ്പിക്കുന്ന ദിവസം അന്നായിരുന്നു, വരദേട്ടൻ്റെ മധ്യസ്ഥതയിൽ. ഉദയേട്ടനോടൊപ്പം വന്ന ഏട്ടത്തിയുടെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ വീർത്തിരുന്നു. വിജിയോട് മാത്രം സംസാരിക്കുന്നത് കേട്ടു. അവൾ തഞ്ചത്തിൽ നിൽക്കുന്നതും. മുരളിയോടൊപ്പം ചെലപ്പൻ നായരും എത്തിച്ചേർന്നു. വിറ്റുകിട്ടുന്ന 75 ലക്ഷം രൂപ 5 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കാനായിരുന്നു വരദേട്ടൻ്റെ നിർദ്ദേശം. അഡ്വാൻസ് വാങ്ങിയ 1 ലക്ഷം രൂപയും കമ്മീഷൻ തുകയും കഴിച്ചുള്ളതാണ് ഭാഗിക്കേണ്ടത്. പുരയിടം വൃത്തിയാക്കിയതും കണിമംഗലം പെയിന്റ് ചെയ്തതും കിഴിച്ച് ബാക്കിയുള്ളത് ജയന്തിയെ ഏൽപ്പിക്കുക. അമ്മയുടെ ചിലവിനിരിക്കട്ടെ. എനിക്കത് വേണ്ട ഏട്ടാ. 10-20,000 രൂപയല്ലേ ബാക്കിയുള്ളൂ. നിന്റെ കയ്യിൽ നിന്നും മാസം തോറും എത്ര രൂപ ചിലവാകുന്നു ജയ? വരദേട്ടൻ പറഞ്ഞു. ഏട്ടൻ പറഞ്ഞതാ ശരി. ആശുപത്രിയിലേക്കുള്ള ഓരോ പോക്കുവരവിനും ടാക്സി കൂലി അടക്കം 1000-ൽ കൂടുതൽ ചിലവാകുന്നുണ്ട്. ഇന്നേ വരെ ചേച്ചിയല്ലാതെ മറ്റൊരാൾ ആ തുക എടുത്തിട്ടില്ല. രാജിയും പിൻവാങ്ങി. കമ്മീഷൻ ഇത്രയും വേണോ വരദ? മറ്റാരുമല്ലല്ലോ, മനോഹരനല്ലേ? ചെല്ലപ്പൻ നായർ ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെന്താ, എൻ്റെ ആങ്ങളെയെന്നും പറഞ്ഞ് അവന് കിട്ടേണ്ടത് കിട്ടണ്ടേ? നിർമ്മൽ എടുത്തി ചൂടായി. വരട്ടെ, ഈ കാര്യത്തിൽ ഉദയനാണ് തീരുമാനമെടുക്കേണ്ടത്, വരദേട്ടൻ പറഞ്ഞു. ഏട്ടൻ നിശബ്ദനാണ്. അർത്ഥഗർഭമായ നോട്ടങ്ങൾ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു. ഞാൻ അതിനൊരു നീക്കുപോക്കുണ്ടാക്കാം. ഏട്ടൻ ഒടുവിൽ നാവനക്കി. ഏട്ടത്തി എന്തെങ്കിലും തടസ്സം പറയുമോ എന്നായിരുന്നു ഭയം. അതിനു പകരം അവർ ഉദയേട്ടനെ തോണ്ടുന്നത് കണ്ടു. അമ്മയ്ക്ക് ഇത്രയും തുകയുടെ ആവശ്യമുണ്ടോ? ഉദയേട്ടൻ്റെ ചോദ്യത്തിന് ജീവനുണ്ടായിരുന്നില്ല. ഏട്ടത്തി തോണ്ടിയത് എന്തിനാണെന്ന് കാണികൾക്ക് മനസ്സിലായി. ആവശ്യമുണ്ട് ഉദയ. അവരത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. 10-60 വയസ്സല്ലേ ആയുള്ളൂ. വരദൻ പറഞ്ഞതാ ശരി. രേവതി അമ്മയുടെ ബുദ്ധിക്ക് കുഴപ്പം വന്നിട്ടുള്ളൂ. നമ്മളെക്കാളൊക്കെ ആരോഗ്യമുണ്ട്. ചെല്ലപ്പൻ നായർ തൻ്റെ അഭിപ്രായം പറഞ്ഞു. ഭർത്താവിൻ്റെ സ്വത്തിന് മക്കളുടേതുപോലെ തുല്യ അവകാശമുണ്ട് ഭാര്യയ്ക്കും. നിയമവശം നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. വരദേട്ടൻ്റെ സ്വരത്തിന് കനം വെക്കുന്നതറിഞ്ഞു. നോട്ടം ഉദയേട്ടൻ്റെ നേരെയാണ്. ഞാനൊരു കാര്യം പറയാം വരദേട്ട. അമ്മയുടെ ഓഹരി എവിടെയെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക. മാസം തോറുമുള്ള പലിശ വാങ്ങി അമ്മയുടെ ചെലവ് നടത്തട്ടെ ജയേച്ചി. രാജിയുടെ വക. ആ പറഞ്ഞതാ അതിൻ്റെ ശരി. ഫിക്സഡ് ഇടുമ്പോൾ നോമിനിയായി 4 മക്കളുടെ പേരും വെച്ചാൽ മതിയല്ലോ. ആർക്കും പരാതിയുണ്ടാവില്ല. ചെല്ലപ്പൻ നായർ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു. അത് തന്നെ അതിൻ്റെ ശരി. വരദേട്ടൻ തീരുമാനമെടുത്തു. ഉദയേട്ടൻ പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. നിസ്സഹായതയോടെ ഏട്ടത്തിയെ നോക്കുന്നത് കണ്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിജി തലപൊക്കി. എല്ലാ നോട്ടവും അങ്ങോട്ട് പാഞ്ഞു. മുരളിയുടെ മുഖത്ത് അസ്വസ്ഥത പടരുന്നതറിഞ്ഞു. ജയിച്ചേച്ചിക്ക് ലക്ഷക്കണക്കിന് സ്വത്ത അമ്മാമ്മ എഴുതി വെച്ചിട്ട് പോയത്. പിന്നെന്തിനാ ഇപ്പോൾ തുല്യഭാഗം കൊടുക്കുന്നത്? ഞാനും അത് ചോദിക്കാനിരിക്കുക. നിർമ്മൽ എടുത്തി ചാടി വീണു. നീ ഇതിലിടപെടരുത്. അതിനുള്ള അർഹത നിനക്കില്ല. വരദേട്ടൻ്റെ താക്കീതുണ്ടായി. എന്താ ഇടപെട്ടാല്? അമ്മയുടെ വിഹിതമായി ഒരു ചില്ലി ഉദയേട്ടന് കിട്ടിയിട്ടില്ല. എല്ലാം വിട്ടുതുളച്ചു, ഞങ്ങൾ പോലും അറിയാതെ. ശരീരം അടിമുടി വിറകൊള്ളുന്നതറിഞ്ഞു. ഒരു കൂട്ടം ചോദ്യങ്ങൾ നാവിൻ തുമ്പിലേക്ക് ഓടിക്കയറി വന്നു. പക്ഷേ രാജിയാണ് പ്രതികരിച്ചത്. ഏട്ടത്തി മിണ്ടരുത്. ഒരേട്ടൻ പോലും. കല്യാണം കഴിച്ച സാധാരണ ആണിൻ്റെ വീട്ടിലേക്കാണ് പെണ്ണിനെ കൊണ്ടുവന്ന് പൊറുപ്പിക്കുന്നത്. അതിനു പകരം നിങ്ങൾ ഇങ്ങേരുടെ ഭർത്താവായി. ഞങ്ങളുടെ കൂടപ്പിറപ്പിനെ എല്ലാവരിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി. വയസ്സായ അച്ഛനൊരു താങ്ങായി നിൽക്കേണ്ട ആളായിരുന്നു ഒരു പൊണ്ണനെ പോലെ ഇവിടെ ഇരിക്കുന്നത്.
രാജി ശാസനയോടെ വിളിച്ചു. അവൾ അതിര് കടക്കുകയാണെന്ന് തോന്നിപ്പോയി. വിറച്ചു തുള്ളുകയായിരുന്നു രാജി. വീണ്ടും ശ്വാസമെടുത്ത് രാജി തുടർന്നു. തൻ്റെ വിളിയൊന്നും അവൾ കേട്ടില്ല. എനിക്കിന്നും ഓർമ്മയുണ്ട് ജയേച്ചിക്ക് ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ട് അച്ഛൻ ഏട്ടനെ വിളിച്ചത്. അന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ടൗണിലെ എല്ലാ ബാങ്കിലുമുണ്ട് ഏട്ടന്. ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കാറുള്ളത് കൊണ്ട് എനിക്കറിയാം. എന്നിട്ട് ഈ ഇരിക്കുന്നയാളുണ്ടല്ലോ കൈ മലർത്തിക്കളഞ്ഞു. രാജി, നീയൊന്നടങ്ങ്. വിജി ഇടയ്ക്ക് കയറി. എന്നെ ആരും തടയാൻ വരണ്ട. നീയും ഏട്ടനെ എന്തൊക്കെയാ ചീത്ത വിളിച്ചതെന്ന് എന്നെക്കൊണ്ട് പറയിക്കണോ? രാജിയുടെ ചോദ്യത്തിന് മുന്നിൽ വിജി ചൂളിപ്പോയി. ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം വേണ്ട. കടമ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജയേച്ചിക്ക് ഇങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കേണ്ടി വരില്ലായിരുന്നു. അതിന് നീയാ കാരണം. നിർമ്മലേട്ടത്തിക്ക് അപ്പോഴും കൂസലൊന്നും ഉണ്ടായില്ല. നിങ്ങൾ തന്നെ ഇത് പറയണം. സ്വന്തം സഹോദരനെ മുന്നിൽ നിർത്തി ഈ ദുഷ്ട എന്നെ കുറേ വ്യാമോഹിപ്പിച്ചു. ഈ ചെമ്പകമംഗലത്ത് ഒരില അനങ്ങുന്നത് പോലും എന്നെ കൊണ്ട് പറയിപ്പിച്ചു. നിർമ്മലേട്ടത്തിയുടെ നേരെ നോക്കി ആക്രോശിക്കുകയായിരുന്നു രാജി. രാജി, തനിക്ക് വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സൈമൺ മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ചേച്ചി പേടിക്കേണ്ട, ഇച്ചായനെല്ലാം അറിയാം. അവസാനം മനോയേട്ടന് ഏതോ പണക്കാരി പെണ്ണിൻ്റെ ആലോചന വന്നപ്പോൾ ഇവർ കാലുമാറി. പറഞ്ഞത് പേരുദോഷം വരുത്തി വെച്ച പെണ്ണിൻ്റെ അനിയത്തിമാരെ കെട്ടാൻ ആരും വരില്ലെന്ന്. എനിക്കൊരു ജീവിതമുണ്ടാകില്ലെന്ന ഭയന്നാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എല്ലാവരും നിശബ്ദരാണ്. ഉദയേട്ടൻ കുനിഞ്ഞ് അതേ ഇരിപ്പ് തുടരുന്നു. ജയചേച്ചിക്ക് എടുത്തു വെച്ച സ്വർണം മുഴുവൻ ഞാൻ കൊണ്ടുപോയി. അതെങ്ങനെ വാങ്ങിയെന്ന് ഈ വിജി പോലും ആലോചിക്കുന്നില്ല. ഇവളുടെ വിവാഹം എങ്ങനെ നടന്നെന്ന് പോലും. 1.5 ലക്ഷം വിശ്വേട്ടൻ കൊണ്ടുപോയി. അത് മടക്കി കിട്ടിയിട്ടില്ല. അത് രാഘവ മാമ തന്നെ ചെലവാക്കി തീർത്തിട്ടുണ്ടാവും. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു ഒരേട്ടനും ഏട്ടത്തിയും അമ്മയുടെ ഓഹരിയുടെ ഭാഗം ചോദിച്ച്. ഞാൻ ചോദിച്ചിട്ടില്ല. ഉദയേട്ടൻ്റെ സ്വരം തളർന്നിരുന്നു. ശാസനയുടെ മൂർച്ച പ്രകടമാവുന്ന ഒരു നോട്ടം ഏട്ടത്തിൽ നിന്നുമുണ്ടായത് ആൾ കണ്ടില്ലെന്ന് നടിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞല്ലോ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഭരതേട്ടൻ പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി. ഈ വീടും പുരയിടവും സഹകരണ ബാങ്കിൽ പണയം വെച്ചാണ് ജയയുടെ വിവാഹ നിശ്ചയത്തിന് കുമാരേട്ടൻ പണമെടുത്തത്. ഞാനത് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ മുന്നിൽ വന്നിരുന്ന് നിങ്ങളുടെ അച്ഛൻ കരഞ്ഞു തോർക്കുന്നു. എൻ്റെ മോനിൽ എനിക്കിനി ഒരു പ്രതീക്ഷയും ഇല്ലെന്നും പറഞ്ഞാണ് കരഞ്ഞത്. ഒന്ന് നിർത്തി ഏട്ടൻ തുടർന്നു. പെൺകുട്ടികളെ ഇറക്കാനുള്ള സ്വത്ത് കയ്യിലില്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചയച്ചു. എന്നിട്ട് ആ പണയം പലിശ കീറി 2-2.5 ലക്ഷം രൂപ വരെയായി. ജപ്തിയാവുമെന്ന് കണ്ടപ്പോൾ ഉദയനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ജയ സമ്മതിച്ചില്ല. സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പേഴ്സണൽ ലോണും ആരുടെയൊക്കെയോ സ്വർണം വാങ്ങി പണയം വെച്ചുമാണ് ഇവിടുത്തെ പ്രമാണം വീണ്ടെടുത്തത്. ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത കടമാണ്. വിജി ഓർമ്മിപ്പിച്ചു. സമ്മതിച്ചു. നിന്റെ കല്യാണം എങ്ങനെയാ നടന്നത്? കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയിട്ടായി മുരളിയും നിന്നെ ഇവിടെ നിറക്കിക്കൊണ്ടു പോയത്. നിനക്കും തന്നു 10-30 പവൻ. ഇല്ലെന്ന് പറയാമോ വിജി? ഭരതേട്ടൻ ചേച്ചിയുടെ പക്ഷം പിടിച്ച് സംസാരിക്കൂ എന്നറിയാം. വിജിയുടെ മറുപടി. എങ്ങനെ സംസാരിക്കാതിരിക്കും? ഇത്രയും നാളിനിടയിൽ എന്നെങ്കിലും നിങ്ങളാരെങ്കിലും നിങ്ങളുടെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ആ ചെലവ് ഒഴിവാക്കാൻ ജയ വരുന്നത് വരെ കാത്തിരിക്കും ഇല്ലേ? വിജി പിന്നീടൊന്നും മിണ്ടിയില്ല. ചേച്ചി ബാങ്കിലടച്ച തുകയും ഇതുവരെ അമ്മയ്ക്ക് ചെലവായ തുകയും നമുക്ക് കൊടുക്കണം, രാജി പറഞ്ഞു. എനിക്ക് വേണ്ട ആരുടെയും സൗമനസ്യം. വല്ലപ്പോഴും വന്ന് അമ്മയൊന്ന് കണ്ടാൽ മതി. പിറ്റേന്ന് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. സൈമൺ വീട്ടിൽ തന്നെ നിന്നു. ചേച്ചി, എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. പൂമുഖത്തിരുന്ന് സൈമണുമായി സംസാരിച്ചതിന് ശേഷം രാജി ഓടി വന്നു. അവളുടെ മുഖം പ്രഫുല്ലമാണ്. 13.5 ലക്ഷത്തിന് ഒരു വീടും സ്ഥലവും വില പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഇച്ചായൻ വന്നിരിക്കുന്നത്. എങ്ങനെയുള്ള വീടാണ്? ടെറസ് വീടാണ്. ചുറ്റിനും കാപ്പി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ആ വീട്. കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ അടുത്ത്. നടന്നു പോയാൽ മതി. നീയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വാക്കുറപ്പിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അവർ വിൽക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട്. 2 പെൺമക്കൾ ഒരുപോലെ വളർന്നിരിക്കുക ചേച്ചിക്ക്. കെട്ടിക്കാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ടാണെന്ന് ഇച്ചായൻ പറയുന്നു. അതിലൊരു കുട്ടി കമ്പ്യൂട്ടർ പഠിക്കാൻ വരുന്നുണ്ട്. എന്തായാലും നിന്റെ പേരിൽ എഴുതിയാൽ മതി. അതെന്നേ ഞാൻ തീരുമാനിച്ചതാണ്. നിലത്തൊന്നുമല്ലായിരുന്നു രാജി. ബാക്കി പൈസ കൊണ്ട് അല്ലറ ചില്ലറ കടങ്ങൾ തീർക്കണം. പിന്നെ എനിക്കൊരു മാല. പിള്ളേർക്ക് 2 പേർക്കും ഓരോ ജോഡി കമ്മലുകൾ. അത്യാവശ്യം ഒരു ഫ്രിഡ്ജ് കൂടി. അത്രയും മതിയാവും. അവൾ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രി സുമയെ വിളിച്ചു. രാജിയാണ് ഫോൺ എടുത്തത്. പകൽ നടന്നതും പറഞ്ഞ ഓരോ വാചകങ്ങളും വള്ളി വിടാതെ സുമയെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു.
അങ്ങേ തലയ്ക്കൽ സുമ്മയ്യായതുകൊണ്ട് അരോചകമായി തോന്നിയില്ല. ഫോൺ കൈമാറുമ്പോൾ അവളുടെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്നതറിഞ്ഞു. രാജിയെ കണ്ടു പഠിക്ക്. അവളുടെ സിരകളിൽ കൂടി ഓടുന്ന അതേ സാധനമല്ലേ നിനക്കുമുള്ളത്? അല്ല, അതല്പം തണുത്ത രക്തമാണ്. മുമ്പേ പറഞ്ഞിട്ടില്ലേ നിന്നോട്? നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്തായാലും രാജിക്ക് ഞാനൊരു പട്ടും വളയും സമ്മാനിക്കുന്നുണ്ട്. എന്തിന്? അവളാണ് 21-ാം നൂറ്റാണ്ടിലെ വീരാംഗന. നീ വളയൊന്നും വാങ്ങാൻ നിൽക്കണ്ട. പട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. വാട്ട്? നീ അന്ന് കൊണ്ടുവന്നതിൽ കുറച്ച് കസവ് കൂടുതലുള്ള ഒന്ന്. മഹാപാപി, അതായിരുന്നു ഏറ്റവും വില കൂടിയ സാരി. ഞാൻ അത്രയും കസവുള്ളത് ഉടുക്കാറില്ല സുമ. നീ എന്താ സന്യസിക്കാൻ പോവുകയാണോ? മിക്കവാറും. അവൾ തൽക്കാലം ഫോൺ വെച്ചു. ദേഷ്യത്തിലാണെന്നറിയാം. രാത്രി ഉറക്കം വരുന്നതേയില്ല. മനസ്സ് പ്രക്ഷുബ്ധമാണ്. ചെമ്പകമംഗലത്ത് ഇനി ഒരു രാത്രി കൂടി. താക്കോൽ മറ്റന്നാൾ രാവിലെ ഏൽപ്പിക്കണം. ഇനിയൊരു പറച്ചു നടിയിലാണ്. ഒരു പുതുമണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കണിമംഗലം. മുറ്റത്ത് പായിൽ പിടിച്ചു കിടന്നിരുന്ന തുളസിത്തറ കൂടി പുതുമൂടി അണിഞ്ഞിരിക്കുന്നു. അമ്മയെയും ചേച്ചിയെയും മാറ്റി പാർപ്പിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഇച്ചായൻ സമ്മതിച്ചിട്ടുണ്ട്, രാജി പറഞ്ഞു. ഉള്ളം തണുത്തു. ഓഫീസിൽ 100 കൂട്ടം പണികളുണ്ട്. ലീവ് എടുക്കാനും വയ്യാത്ത അവസ്ഥ. രാജി തന്നെ കവലയിൽ പോയി പുതിയൊരു അലുമിനിയം കലവും അടുപ്പും വാങ്ങിക്കൊണ്ടുവന്നു. അധികം വലിപ്പമൊന്നുമില്ലാത്തത്. വർഷങ്ങളായി പുകയാതെ കിടന്ന അടുപ്പല്ലേ. പേരിനൊരു പാലുകാച്ചൽ വേണം. തടയാനൊന്നും നിന്നില്ല. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അടുക്കള മുറ്റം നിറയെ പഴയ ചരക്കുകളും ഉരുളികളും ഓട്ടുപാത്രങ്ങളും വലിയ അണ്ടാവും നിലവിളക്കുകളുമൊക്കെ നിരന്നിരുന്നു. വിപിൻ്റെ ഏർപ്പാടിൽ അവ വിലക്കെടുക്കാനായി ഒരാളും അയാളുടെ പണിക്കാരും ഹാജരായിട്ടുണ്ട്. ചേച്ചി, ഇതിലേതെങ്കിലും എടുത്തു വെക്കണോ? എന്തിന്? കല്യാണമൊക്കെ വന്നാൽ? അവൾ അർത്ഥോക്തിയിൽ നിർത്തി. സൈമണിൻ്റെയും വിപിൻ്റെയും നോട്ടം മുഖത്ത് തന്നെ തറഞ്ഞു നിൽക്കുന്നതറിഞ്ഞു. വരുമ്പോഴല്ലേ? അപ്പോൾ വാടകയ്ക്കെടുക്കാൻ പറയുന്നതിനിടയിൽ തിരിഞ്ഞു നടന്നു. വിറ്റ് കിട്ടുന്ന തുക നമുക്ക് 2 പേർക്കും മാത്രം. നാത്തൂനും ഒന്നും കൊടുക്കില്ല. രാജി പിന്നിൽ നിന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, നീ എടുത്തോളൂ. പക്ഷേ പരാതി വന്നാൽ നീ തന്നെ പരിഹരിച്ചോണം. പരാതിയൊന്നും വരില്ല. ഇവിടുത്തെ ഫർണിച്ചർ മൊത്തം 2 പേരും പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. തുടർന്ന് സംസാരിക്കാൻ നിന്നില്ല. കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ ഫർണിച്ചറിൽ കണ്ണുവയ്ക്കാത്തതെന്നറിയാം. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചെലവ് മതി പോലും. അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ ഒട്ടൊരു നിരാശാബോധം അവളെ തളർത്തിയിരുന്നു. ക്യാബിനിൽ ചെന്ന് ബാഗ് അലമാരയിൽ വെച്ച് സീറ്റിലിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വാതിക്കൽ ഷൂവിൻ്റെ ഒച്ച കേട്ട് തലയുയർത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. സ്പിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലവട്ടം തമ്മിൽ കാണേണ്ടി വരാറുണ്ട്. ഹാഫ് ഡോറിന് മുകളിൽ ഫോർച്യൂൺ മുഖങ്ങൾ. മേ വി കമിൻ മാഡം? വന്നോളൂ. സമ്മതം കൊടുക്കുന്നതിനിടയിൽ ഓർക്കുകയായിരുന്നു, ഉച്ചയ്ക്ക് അമ്മയെയും കൂട്ടി തന്നെ വന്ന് വിളിക്കാമെന്നാണ് രാജി ഏറ്റിരുന്നത്. അടുത്ത് തന്നെയാണ് രജിസ്റ്റർ കച്ചേരി. മുന്നിലിരിക്കുന്നതിനിടയിൽ 2 പേരെയും ശ്രദ്ധിച്ചു. പഴയ ആ സൗമ്യഭാവമൊന്നുമില്ല. മാഡം, ഉച്ചയ്ക്ക് എഴുത്താണെന്നറിയാമല്ലോ. നിതിനാണ് തുടങ്ങി വെച്ചത്. അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ മിസ്റ്റർ നിതിൻ. ഒപ്പിടേണ്ട ഒരു കക്ഷിയല്ലേ ഞാൻ. വിരസത ഉളവായിരുന്നു തൻ്റെ സ്വരത്തിൽ. അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പരസ്പരം നോക്കുന്നതും കണ്ടു. ഞങ്ങൾക്കറിയാം മാഡം ചതുർത്ഥികളെ പോലെയാണ് ഞങ്ങളെ കാണുന്നതെന്ന് ശ്രീഹരി പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങളുടെ തോന്നലാവാം. മാഡം, എല്ലാവർക്കും ഭാഗ്യം കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഈ പേരിട്ടത് തന്നെ. വെറും സീറോയിൽ നിന്നാണ് ആദ്യത്തെ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. കൈമുതലായി ഉണ്ടായിരുന്നത് കുറച്ച് പരിചയവും അതിലേറെ ആത്മവിശ്വാസവും. ഇതൊക്കെ എന്തിനെന്നോട് പറയുന്നു? മാഡം അറിഞ്ഞിരിക്കണം, ഇത് ഞങ്ങളുടെ 3ാമത്തെ പ്രോജക്റ്റാണ്. 2ാമത്തേത് ടൗണിനപ്പുറത്ത് പണി തീർന്നു വരുന്നു. സാഗൂതം അവരെ നോക്കിയിരിക്കുമ്പോൾ നിതിൻ തുടർന്നു. ഇവിടെ ആദ്യം മുതൽക്കേ കല്ലുകടിയാണ്. ഇളയ സിസ്റ്ററിൻ്റെ പേര് പറയാതെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചു. അതിൽ നിന്നും പ്രസിഡന്റ് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ മറ്റൊരു ചീറ്റിംഗ് കൂടി. നെഞ്ചിടിപ്പിൻ്റെ വേഗത പൊടുന്നനെ വർദ്ധിച്ചു. നിതിൻ നിർത്തിയെടുത്ത് തന്നെ ശ്രീഹരി തുടങ്ങി. നിങ്ങൾ 3 പെൺകുട്ടികളും അമ്മയും ചതിയിൽ പെടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ മാഡത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. എന്താണുണ്ടായത്? ഉദ്യോഗം അടക്കി പിടിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രി മനോഹരനും സിസ്റ്ററും കൂടി ഞങ്ങളുടെ ഹോട്ടൽ മുറിയിൽ വന്നിരുന്നു. നിർമ്മലയേട്ടത്തിയോ? ഉവ്. പിന്നീട് നാവനക്കാൻ കഴിഞ്ഞില്ല. വസ്തുവിൻ്റെ വില എത്രയാണെന്നാണ് മാഡത്തോടും വരദരാജൻ സാറിനോടും പറഞ്ഞത്? 75 ലക്ഷം രൂപ.
ക്യാഷായി 75 തന്നെ. പക്ഷേ 1 കോടിക്കാണ് വിലയുറപ്പിച്ചിരിക്കുന്നത്. ഉള്ളിൽ നിന്നും ഒരാന്തലുണ്ടായി. ഒട്ടൊരു പകപ്പോടെ ഇരുവരെയും മാറി മാറി നോക്കി. വിശ്വസിക്കാനാവുന്നില്ല. ബാക്കി തുക? ഉദയൻ്റെ പേരിൽ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യണം. ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ്. അതാദ്യമേ പറഞ്ഞ കരാറാണ്. എഗ്രിമെൻറ്റിൽ ആ വിവരം എഴുതിയിട്ടുണ്ട്. സപ്തനാഡികളും തളരുകയാണെന്ന് തോന്നി. രാജിയുടെ, വിജിയുടെ, മുരളിയുടെ മുഖങ്ങൾ കൺമുമ്പിലൂടെ കടന്നു പോകുന്നു. ഓരോരുത്തരുടെയും 5 ലക്ഷം രൂപ വീതമാണ് ഏട്ടൻ കയ്യിലാക്കാൻ പോകുന്നത്. രാജിയുടെ ദാരിദ്ര്യം പറച്ചിൽ ചെവിയിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. അവളെങ്ങാനും ഇതറിഞ്ഞാൽ പ്രത്യാഘാതം എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. കണ്ണുകൾ സ്വയം അറിയാതെ നിറഞ്ഞു കവിഞ്ഞു. ഇവരുടെ മുമ്പിൽ നിയന്ത്രണം പാലിച്ചേ പറ്റൂ. നിങ്ങളാരും ഈ വിവരം അറിയരുതെന്ന് പറയാനാണ് മനോയും ആ സ്ത്രീയും കൂടി വന്നത്. എഗ്രിമെൻ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായി. മുരളി? ഇല്ല. എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്ന ദിവസം മുരളിയെ അവർ ഒഴിവാക്കിയിരുന്നു. ശരിക്കും ആ മനുഷ്യനോടും ചീറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. രാജിയെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതും മുരളിയാണ്. ഏറ്റവും അടുത്ത ഒരാൾ എന്ന പോലെയാണ് ശ്രീഹരി സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഞങ്ങൾ ഇതിൽ നിന്ന് ഇന്നലെ തന്നെ പിൻവാങ്ങിയനെ. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ പത്രം എഴുതാൻ വാങ്ങിക്കൊടുത്തു പോയി. പതറേണ്ട നിമിഷങ്ങളല്ലെന്ന് ഓർത്തു. രാജിയെയും മുരളിയെയും ഒന്നും നിരാശപ്പെടുത്താൻ വയ്യ. മാഡത്തിൻ്റെ വീട് വഴി ഈ രാവിലെ വന്നിരുന്നു. പക്ഷേ അവിടെ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് തോന്നി. ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഞാൻ വരദേട്ടനെ ഒന്ന് വിളിക്കട്ടെ. അവർക്കത് സമ്മതമായെന്ന് തോന്നി. അലമാര തുറന്ന് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് സൈലൻ്റ് മോഡ് മാറ്റി ഏട്ടനെ വിളിച്ചു. ഓഫീസ് നമ്പർ കണ്ടാൽ ചിലപ്പോൾ ഏട്ടൻ എടുത്തില്ലെന്ന് വരും. ആൾ സ്ഥലത്തുണ്ടാവുമെന്നറിയാം. ഉച്ചയ്ക്ക് കച്ചേരിയിൽ എത്തിക്കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്താണ് ജയ? ഏട്ടനെ ഉടനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമാണോ? ഞാനൊരു അടിപിടി പറഞ്ഞൊതുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ വന്നേ പറ്റൂ. എന്താ കാര്യം? ഫോർച്യൂൺ ഡെവലപ്പേഴ്സിൻ്റെ ആൾക്കാർ എൻ്റെ മുന്നിലിരിപ്പുണ്ട്. അല്പം പ്രശ്നമുണ്ട്. ഏട്ടൻ വരണം. ഓഫീസിലുണ്ടോ അവർ? ഓവ്. നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ റൂമിലേക്ക് ഇരിക്കാൻ പറയൂ. ഞാനിതാ എത്തി. ഫോൺ ഓഫാക്കുന്നതിനിടയിൽ നിർദ്ദേശവും ഉണ്ടായി. ഫോൺ ഓണാക്കി തന്നെ വെക്കേ. ഞാൻ വിളിക്കാം. ഓവ്. തികച്ചും മ്ലാനമായ മുഖങ്ങളോടെയാണ് ഇരുവരും വാതിൽ കടന്നു പോയത്. തീക്കനലിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പിന്നീട്. മുറിക്കുള്ളിൽ വെരുകിനെ പോലെ ചുറ്റി നടന്നു. എന്താ ജയ? എന്തെങ്കിലും പ്രശ്നം? വാതിൽക്കൽ ജമീല സാർ. ഇന്ന് എഴുത്താണെന്ന് അവർക്കറിയാം. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒരു പോംവഴി അവർ പറഞ്ഞേക്കുമെന്ന് പ്രത്യാശിച്ചു. ഇത് കൊടും ചതിയാണല്ലോ ജയ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത്. ആ വാക്കുകളിൽ വാശിയുണ്ടായിരുന്നു. ചതിയെന്ന് പറഞ്ഞാൽ മതിയാവില്ല മാഡം. കിട്ടുന്നത് കൊണ്ട് സ്വന്തമായി ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജിയെ ഓർത്താണ് എനിക്ക് സങ്കടം. മറ്റെല്ലാ ആവശ്യങ്ങളും അവൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെയാണോ ആ മനുഷ്യൻ? ഏട്ടൻ്റെ ബുദ്ധി ആവില്ല മാഡം. മറ്റേ ശകുനികൾ രണ്ടും കൂടി പ്രേരിപ്പിക്കുന്നതാണ്. അതാണ് ഏട്ടൻ ഇന്നലെ ഇവരുടെ മുറിയിൽ ചെല്ലാഞ്ഞത്. നല്ല മനസ്സുള്ള ചെറുപ്പക്കാരാ നിതിനും ശ്രീഹരിയും. ഇവർക്കിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ വിളമ്പേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അവസാന നിമിഷമായിട്ടും അവർ ഓടി വന്നു. കൂടുതൽ പറയാൻ ഇട കിട്ടിയില്ല. ശാരദേച്ചി തിളപ്പിച്ച വെള്ളവും പാത്രവുമായി കടന്നു വന്നു. വെയിറ്റ് ചെയ്യൂ. വരദരാജൻ സാർ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതിരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. വരദേട്ടൻ്റെ വിളി വന്ന് ഫോൺ അലമാരയിൽ തിരിവെച്ച് വെച്ച് പുറത്തേക്ക് നടന്നു. ജമീല സാറിൻ്റെ അർദ്ധഗർഭമായ നോട്ടം ഏറ്റുവാങ്ങി വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ ഹൃദയം പടഹധ്വനി മുഴക്കുന്നതറിഞ്ഞു. ജയ, നിന്റെ ഏട്ടനിൽ നിന്നും ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏട്ടൻ്റെ മുഖം കനത്ത് വിങ്ങിയിരുന്നു. നിശബ്ദം നിൽക്കുമ്പോൾ അദ്ദേഹം തുടർന്നു. ഞാൻ അവനെ വിളിക്കാൻ പോവുകയാണ്. ഒപ്പിടാൻ നിങ്ങളാരും വരില്ലെന്ന് പറയാൻ. സാർ, ഞങ്ങളാണ് വെള്ളത്തിലാകുന്നത്, നിതിൻ പറഞ്ഞു. എവിടെ വെള്ളത്തിലാകാൻ? ഇതൊരു നമ്പറല്ലേ നിതിനെ? 1 കോടി 5 തുല്യ ഭാഗങ്ങളാക്കാൻ ആവശ്യപ്പെടും. അത്രയേയുള്ളൂ. കള്ളി വെളിച്ചത്താവുമെന്ന് കണ്ടാൽ മാഡത്തിൻ്റെ ബ്രദർ പിന്മാറിയാലോ? എവിടെ പിന്മാറാൻ? ഇത് അവൻ്റെ അല്ല ബുദ്ധി. ഒരു മന്ധരയും ഒരു ശകുനിയും കൂടെ പാർക്കുന്നുണ്ടല്ലോ. ഈ വളഞ്ഞ ബുദ്ധി അവരുടേതാണ്. ആ മനോ ഇങ്ങ് കമ്മീഷൻ ചോദിച്ചു വരട്ടെ. ഒറ്റ പൈസ അവനിനി ഇവർ കൊടുക്കില്ല. വരദൻ്റെ വാക്കാണത്. കൊടുക്കില്ലെന്ന് താനും ഉറപ്പിച്ചു. പക്ഷേ എഴുത്ത് നടന്നേ പറ്റൂ. വെറും കൈയോടെ രാജിയെ പറഞ്ഞു വിടാൻ വയ്യ. ഇവർ പറയുന്നത് പോലെ പിന്മാറിയാലോ ഏട്ടാ? സംശയം ചോദിക്കാതിരുന്നില്ല. പിന്മാറിയാൽ എഗ്രിമെൻ്റ് വെച്ച് കേസിന് പോയിക്കൂടെ? അതൊക്കെ പുലിവാലാകും സാർ. ഞങ്ങളാണെങ്കിൽ അടുത്ത ആഴ്ച പരസ്യം കൊടുക്കാനിരിക്കുകയാണ്. സ്കെച്ചും പ്ലാനും ലേ ഔട്ടും ഒക്കെ ഓഫീസിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു.
ഒന്ന് ആലോചിച്ചിട്ട് വരദേട്ടൻ പറഞ്ഞു, ഞാൻ എന്തായാലും വിളിക്കട്ടെ, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഇരുവരുടെയും നടത്തത്തിൽ പോലും താളഭംഗമുണ്ടെന്ന് തോന്നി. അടുത്ത ഭാഗം നാളെ.